റോയ്ച്ച നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ തന്നെ വിമർശന വിധേയമായതാണ് കോടതിയുടെ നടപടി. ഇപ്പോൾ ഈ പൾസർ സുനി അടക്കമുള്ള പ്രതികൾക്ക് 20 വർഷം ശിക്ഷ, ഇത് പര്യാപ്തമായ ഒരു ശിക്ഷയാണോ? ലോകത്ത് ഒരു കോടതി വിധി ആർക്കും പൂർണ്ണമായി ആരെയും തൃപ്തിപ്പെടുത്തിയതായി ചരിത്രം പറയുന്നില്ല. ഒന്ന്, നമ്പർ 1. നമ്പർ 2, ഈ കേസിനകത്ത് നടിയെ ആക്രമിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത ഈ കേസിനകത്ത് ഇപ്പോൾ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ കോടതി വിധി വന്നിട്ടില്ല. അല്ലെങ്കിൽ കോടതിയെ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ, മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് ഇപ്പോൾ വിമർശനം. ഒന്ന്, ഈ കേസിലെ ഒരു പ്രധാന പ്രതിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ദിലീപിനെ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നു. അപ്പോൾ ഇന്നാണ് ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടായത്. അപ്പോൾ അത് ദിലീപിനെ വിട്ടതിനെതിരെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള വിമർശനങ്ങളും പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ കോടതിയുടെ തീരുമാനം അന്തിമ തീരുമാനമാണ്, അത് അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരുമാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ കോടതി വിധിക്കകത്ത് ഈ 6 പ്രതികൾക്ക്, ഈ കൂട്ടബലാത്സംഗത്തിന് നേതൃത്വം നൽകിയ 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവും 50,000 രൂപയുമാണ് പിഴ വിധിച്ചിരിക്കുന്നത്. ഇത് കുറഞ്ഞു പോയെന്ന് ഒരു കൂട്ടർ വ്യാപകമായി സംസാരിക്കുന്നു. പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞു അത് കുറഞ്ഞു പോയി എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര കുറഞ്ഞ ശിക്ഷ കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ അറിവോ അല്ലെങ്കിൽ ഓർഡറിനകത്തത് പറഞ്ഞതായിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓർഡർ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് അത് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോടതി ഓരോ ശിക്ഷ വിധിക്കുന്നതിന് കോടതിക്ക് ന്യായമായ കാരണങ്ങൾ കാണും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിയമത്തിൻ്റെ പരിധിക്കുള്ളതുകൊണ്ടല്ലാതെ ഒരു കോടതിക്കും ശിക്ഷ വിധിക്കാനോ വെറുതെ വിടാനോ ഒന്നും കഴിയും. എല്ലാ നിയമത്തിൻ്റെ തലനാരിഴ കീറിയുള്ള വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷ വിധിക്കുകയും വെറുതെ വിടുകയും ഒക്കെ ചെയ്യുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദിലീപിനെ വെറുതെ വിട്ടതിനും കോടതിയുടെ കാരണങ്ങളുണ്ട്. അതിന് നിയമപരമായ സാധ്യതകളും നിയമപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അയാളെ വെറുതെ വിട്ടത്. അതിനും കോടതിയുടെ ഈ പുതിയ ഉത്തരവ് വരുമ്പോൾ മാത്രമേ എന്തുകൊണ്ടാണ് അയാളെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടതെന്നുള്ളതിന് കാരണം പറയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഗൂഢാലോചന കുറ്റം എന്തുകൊണ്ട് തെളിയിക്കപ്പെടാതെ പോയി എന്നുള്ളതിൻ്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ തന്നെ ഈ കോടതി വിധി വരുമ്പോൾ മാത്രമേ പുറത്തറിയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ 6 പേർക്കും എന്തുകൊണ്ടാണ് ശിക്ഷ, എല്ലാവരും പ്രതീക്ഷിക്കുന്ന ജീവപര്യന്തം തടവ് കിട്ടുമെന്നായിരുന്നു. എന്തുകൊണ്ടാണ് ജീവപര്യന്തം ഒഴിവാക്കി 20 വർഷം വരെ കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവണം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിയണമെങ്കിൽ കോടതി വിധി കൃത്യമായി പുറത്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിനകത്തെ ഒന്നാം പ്രതിയായ പൾസർ സുനി, അയാൾ ഏതാണ്ട് 5.5 വർഷം കിടന്നു കഴിഞ്ഞു. ഈ കോടതി കിടന്നു കഴിഞ്ഞു, കോടതി ജയിലിനകത്ത് തന്നെ കിടന്നു കഴിഞ്ഞ പ്രതിയാണ്. മറ്റുള്ളവർ ഏതാണ്ട് അതേ കാലയളവ് തന്നെ ഉള്ളവരാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു 15 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയെ ഇനി അനുഭവിക്കേണ്ടി വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇതിപ്പോൾ നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ ദിലീപ് ഈ കേസിലെ പ്രധാനമായ പ്രതിയായി, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള പ്രതി രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രതി വെറുതെ വിട്ടു. അതുപോലെ മറ്റു പ്രതികൾക്ക് തീരെ ചെറിയ ശിക്ഷ. അപ്പോൾ പ്രോസിക്യൂഷൻ അത്രയ്ക്ക് വീക്കായിരുന്നു എന്നുള്ളത് അങ്ങനെയല്ല. പ്രോസിക്യൂഷൻ അങ്ങനെ വീക്കായിരുന്നു എന്നും പറയാം. കാരണം കോടതി എന്ത് ന്യായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷ വിധിച്ചതെന്നുള്ളത് കോടതിയാണ് വിധിന്യായം വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നിയമജ്ഞരുടെ ഇടയിൽ അതിനെക്കുറിച്ചുള്ള പല വ്യാഖ്യാനങ്ങളുണ്ടാകും. ഒരു കൂട്ടർ പറയുന്നുണ്ട് ശിക്ഷ കുറഞ്ഞു പോയി, കൂട്ടബലാത്സംഗം എന്നുള്ളതിനെ ആ ലെവലിൽ കണ്ട് കോടതി ശിക്ഷ വിധിച്ചില്ല എന്ന വ്യാഖ്യാനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് ജീവപര്യന്തമായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. കാരണം ഇത് യാഥാർത്ഥ്യം കൃത്യമായി അറിയാതെയുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ കോടതി വിധി പുറത്തു വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സംസാരിക്കാനും കോടതി എന്തുകൊണ്ടാണിത് ഇത്തരത്തിൽ ശിക്ഷ വിധിച്ചതെന്നുള്ളതിൻ്റെ കാരണങ്ങൾ അതെന്തായാലും കോടതി വിധിക്കകത്ത് കൃത്യമായി പരാമർശിക്കുക ഒന്നുമുണ്ടാവും. അതൊരു സാധാരണ നമ്മൾ കാണുന്ന ഒരു രീതി അതാണ്. അപ്പോൾ അതുണ്ടായാൽ മാത്രമേ ഇതിൻ്റെ ഈ ശിക്ഷ കുറഞ്ഞു പോയതും വെറുതെ വിട്ടവരെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തറിയാൻ കഴിയും. അല്ല, ഈ കേസ് പോലീസ് ആദ്യം ഫ്രെയിം ചെയ്തതും അല്ലെങ്കിൽ പോലീസ് ആ കേസ് എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തത് അതിൽ ചേർത്ത വകുപ്പുകൾ ഇതൊന്നും നിലനിൽക്കുന്ന ശിക്ഷാവിധി അല്ലല്ലോ ഇത്. കാരണം എന്ന് പറഞ്ഞാൽ കൂട്ടബലാത്സംഗം, അതുപോലെ ഗൂഢാലോചന, ഇങ്ങനെ ഒത്തിരി വകുപ്പുകളാണ് ഇതിൽ ചേർത്തിരുന്നത്. അല്ല ശ്രീത്ത്, അതിനകത്തൊരു കാരണം, പോലീസ് പലതരത്തിലുള്ള ചാർജുകളും പല വകുപ്പുകളും ഒക്കെ ചാർത്തിയായിരിക്കാം ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കുന്നത്. പക്ഷേ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചതുകൊണ്ട് അത് അന്തിമമല്ല. പോലീസ് കൊടുക്കുന്ന എല്ലാ ചാർജും കോടതി അംഗീകരിക്കണമെന്നില്ലല്ലോ. അങ്ങനെയായിരുന്നു ദിലീപിനെ വെറുതെ വിടത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ദിലീപിനെതിരെ കൂടുതൽ ശിക്ഷ കിട്ടണമെന്നുള്ള മട്ടിലായിരുന്നു കോടതി പോലീസിൻ്റെ ചാർജ് ഷീറ്റൊക്കെ തന്നെ. ഞാനതാണ് പറയുന്നത്, നിയമത്തിൻ്റെ നൂലിഴ കീറി വ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ
തെളിവുകളുടെ അടിസ്ഥാനത്തിലും മറ്റുള്ള നിയമത്തിൻ്റെ മുമ്പിൽ അതെങ്ങനെ നിലനിൽക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ വ്യാഖ്യാനങ്ങളും ആർഗ്യുമെൻറ്റും ഒക്കെ നടത്തിയതിന് ശേഷമാണ് കോടതി അന്തിമ വിധിയിലേക്ക് എത്തുന്നത്. അപ്പം കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ കോടതിക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റും. പോലീസ് കൊണ്ടുവരുന്ന ചാർജ് ഷീറ്റ് മുഴുവൻ കേൾക്കാനല്ലല്ലോ കോടതി ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്താരെയും വെറുതെ വിടാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കോടതിയുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ്, അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ചിട്ടാണ് അതിനെ വിവേകപൂർവ്വം അവർ കണ്ടതിനും പഠിച്ചതിനും ശേഷമാണ് ഓരോ തീരുമാനങ്ങളിലേക്ക് എത്തുക. അപ്പോൾ ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ കോടതി വിധികളും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് സമ്മർദ്ദങ്ങളും ഒക്കെ നേരിട്ടതിന് ശേഷമാണ് കോടതി അന്തിമ വിധിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് കോടതിയുടെ ന്യായങ്ങൾ പറയാറുണ്ട്. അത് നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന ഏതൊരാളും കോടതിയുടെ തീരുമാനത്തെ ഇന്നത്തെ ശിക്ഷാവിധിക്ക് തൊട്ടുമുമ്പുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് കോടതി പറയുന്നുണ്ട്, നിങ്ങൾ കോടതിയെ വിമർശിക്കൂ, പക്ഷേ നിങ്ങൾ എന്താണ് വിധി ന്യായം അറിയണം എന്നിട്ട് വിമർശിക്കുന്നു. അതല്ലാതെ പറഞ്ഞു, അത് ഏതൊരു നീതിന്യായ വ്യവസ്ഥയിൽ ഏതൊരു ജഡ്ജിക്കും അതേ പറയാൻ പറ്റുള്ളൂ. അവരത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നോട് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പുറത്തിറങ്ങി എന്നും പറയാം, നിയമം പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതും ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഏതൊരു ജഡ്ജിക്കും കോടതി ശിക്ഷ വിധിക്കാൻ കഴിയുള്ളൂ. അത് നമ്മളത് മാനിക്കാനായിട്ട് ആദ്യമേ പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് കോടതി വിധി വരുമ്പോഴും നമ്മൾക്ക് കോടതിയുടെ തീരുമാനത്തെ അംഗീകരിക്കുകയും നിങ്ങൾക്ക് അതിനകത്ത് പ്രതിഷേധം ഉണ്ടെങ്കിൽ മേൽക്കോടതികളിലേക്ക് പോകാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അതാണ് പറയുന്നത്. കാലതാമസം ഉണ്ടാകുമായിരിക്കും, പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ബോധ്യത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കോടതികളെ സമീപിക്കാം. അതിനുള്ള അവസരമുണ്ട്, അതിനാരും തടയാൻ കഴിയത്തില്ല. അപ്പോൾ അതാണ് ഇവിടെ നടക്കുക. ഇപ്പോൾ ദിലീപിൻ്റെ കേസിനകത്ത് ദിലീപിനെ വെറുതെ വിട്ടതിനകത്ത് സംസ്ഥാന സർക്കാർ അപ്പീൽ പോകുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിജീവിതയുമായി ബന്ധപ്പെട്ടവർ പോകും. ന്യായമായ രീതിയിൽ കോടതി സംസ്ഥാന സർക്കാരാണ് പോകുന്നത്, അവർ പോകുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ശിക്ഷാവിധി കുറഞ്ഞതിന് എതിരായിട്ട് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇത് വളരെ ഓപ്പണാണ്. അതായത് ഈ കേസിലെ നിയമ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഇനിയും തുടരും. അത് തന്നെ ദീർഘകാലം ഇനി ഒരുപക്ഷെ ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഹൈക്കോടതിയിൽ ഈ അപ്പീൽ കൊടുത്താൽ തന്നെ ഇനി എത്ര നാൾ എടുക്കും? ഒരു പക്ഷെങ്കിൽ വർഷങ്ങളെടുത്തേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ അപ്പീൽ കേട്ടെന്നിരിക്കാം. അതൊക്കെ സാധ്യതകളാണ്. ആ സാധ്യതകൾ ഉപയോഗിച്ച് എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഞാനതാണ് പറഞ്ഞത്, കോടതി വിധിക്കകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിപ്പെടുത്താൻ ലോകത്തിൻ്റെ കോടതിക്കും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോ കോടതി വിധിയെക്കുറിച്ചും ഉണ്ട്, ഇല്ലേ? ഗാന്ധിജി വധത്തെക്കുറിച്ചുള്ള കേസിനകത്ത് പോലും ആൾക്കാർക്ക് ഇപ്പോഴും തൃപ്തിയില്ല, ഇല്ല? ഇപ്പോൾ പോലും പറയുന്നുണ്ട് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പലരെയും ശിക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ആരോപണ വിധേയരായവരും പ്രതികർത്തവരും ഒക്കെ തന്നെ രക്ഷപ്പെട്ടു. പല കേസുകളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇല്ലേ? എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കോടതി വിധി ലോകത്തൊരിടത്തും ഉണ്ടാവത്തില്ല. അത് സാധ്യവുമല്ല. പക്ഷേ ലഭ്യമായ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു കോടതി എപ്പോഴും പോകുന്നത്. അപ്പോൾ ഈ കേസിനകത്ത് ഇതിനകത്ത് ശിക്ഷ കുറഞ്ഞു പോയി എന്നുള്ള ആർഗ്യുമെൻറ്റ് വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. ഈവൻ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് കൂടുതൽ ശിക്ഷ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത കോടതിയിലേക്ക് ഇനി പോകുക നിവൃത്തിയുള്ളൂ. ഈ കോടതിയുടെ തീരുമാനം വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു തീരുമാനം അന്തിമമല്ല, അതിന് മേളിൽ അപ്പീൽ കൊടുക്കാനുള്ള സംവിധാനം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. സാധാരണ പറയുമല്ലോ, ഒരു കോടതി വിധി അന്തിമമല്ല, അതിന് മേളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, അതിന് പോകുമായിരിക്കാം. സർക്കാർ തന്നെ ആണ് ഇനി ഈ കേസിനകത്ത് കൂടുതൽ ശിക്ഷ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ ചെയ്യുമായിരിക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്.